നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു മഴക്കാലം വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസക്കാലമായി സംസ്ഥാനത്ത് കനത്ത ചൂടായിരുന്നു. ഇതിനൊക്കെ ആശ്വാസം എന്നോണമാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കാലവർഷം, ഈ മഴക്കാലം എന്ന് പറയേണ്ടത് നമ്മൾ അതീവ ജാഗ്രതയോടെ നേരിടേണ്ട ഒരു സമയമാണ്. കാരണം ഈ ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ, ജലജന്യ രോഗങ്ങളൊക്കെ തന്നെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ മഴക്കാലം. ഈ മഴക്കാലത്തെ രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതോടൊപ്പം തന്നെ ഈ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും അത് വ്യാപിക്കാതിരിക്കാനും ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ എന്തൊക്കെ മുൻകരുതൽ നടപടികൾ, എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് സ്വീകരിച്ചത് എന്നാണ് നമ്മൾ ഈ ആഴ്ച പരിശോധിക്കുന്നത്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഈ വിഷയമാണ് ഓപ്പൺ ഫോറം ഈ ആഴ്ച പരിശോധിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കുറുമാത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജേഷ് നമ്പ്യാർ, പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ, തളിപ്പറമ്പ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ AP രഞ്ജിത് കുമാർ എന്നിവരാണ്. മൂന്നുപേരെയും ഞാൻ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം ഡോക്ടറിലേക്ക് പോവുകയാണ്. ഡോക്ടർ, ഈ മഴക്കാലത്ത് കൂടുതലായും ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അതോടൊപ്പം തന്നെ അത് വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണ്? നമസ്കാരം. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ മഴക്കാലം എത്തിയിരിക്കുകയാണ്. അപ്പം മഴക്കാലത്ത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ വളരെ കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന അസുഖങ്ങൾ ഒന്ന് ജലദോഷം, ചുമ, കഫക്കെട്ട് പോലുള്ള അസുഖങ്ങളാണ്. അത് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മഴ പെയ്യുന്നതോടുകൂടെ മഴയത്ത് ഇറങ്ങി നടക്കേണ്ടി വരിക, നനയുന്നതിലൂടെ തന്നെ നമുക്ക് വൈറസുകൾ, അന്തരീക്ഷത്തിലുള്ള വൈറസുകളൊക്കെ തന്നെ നമുക്ക് ശരീരത്തോട്ട് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും തന്നെ, ഈ ജലദോഷങ്ങളും ചുമയൊക്കെ ഉള്ളത് തന്നെ പെട്ടെന്ന് പകരുന്ന അസുഖങ്ങളായതുകൊണ്ട് തന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പകരുകയും ചെയ്യും. സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു. കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം ശരിക്കും മാറാതെ സ്കൂളുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിയിൽ നിന്നും മറ്റു കുട്ടിയിലോട്ടേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും അങ്ങനെ സമൂഹത്തിൽ മൊത്തത്തിൽ വേഗം തന്നെ പടർന്നു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു അസുഖം. ഒന്ന് ഈ ചുമ, ജലദോഷം പോലുള്ള അസുഖങ്ങൾ. പിന്നെ ഉള്ളത് വയറിളക്ക രോഗങ്ങളാണ്. കാരണം നമുക്ക് നന്നായിട്ട് അറിയാം, ഇപ്പോൾ വെള്ളം കൂടുതലായിട്ട് ഭൂമിയിലോട്ട് പ്രവേശിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മലിനമായിട്ടുള്ള ജലം നമ്മുടെ കുടിവെള്ളത്തിലൂടെ കലരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കിണറുകളിലോട്ടൊക്കെ മലിനമായിട്ടുള്ള ജലം വന്ന് ചേരാനും പലപ്പോഴും അശാസ്ത്രീയമായിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം, അല്ലെങ്കിൽ ജലസ്രോതസ്സിൽ നിന്നും ഇത്ര ദൂരം, കൃത്യമായിട്ടുള്ള ദൂരം പാലിച്ചുകൊണ്ട് വേണം നിർമ്മിക്കാനൊക്കെയുള്ള ചട്ടങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും ചിലപ്പോൾ ഇതൊക്കെ പാലിക്കപ്പെടാതെയാണ് പലയിടത്തും നിർമ്മാണമൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നും കലർന്നിട്ടുള്ള വെള്ളം നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിലോട്ടേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതുവഴിയും അതല്ലാതെയും ശുദ്ധമല്ലാത്ത വെള്ളം അല്ലെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും ജലജന്യ രോഗങ്ങൾ, അതായത് വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം പോലത്തെ അസുഖങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് A പോലത്തെ അസുഖങ്ങളൊക്കെ വളരെയധികം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A വരാം, സാധാരണ വയറിളക്ക രോഗങ്ങൾ വരാം, ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ജലജന്യ രോഗങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള അസുഖം കൊതുകുജന്യ രോഗങ്ങളാണ്. നമുക്ക് നന്നായിട്ട് അറിയാം, വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത് കൊതുകുകൾ വഴിയാണ്. ഈ കൊതുകുകൾക്കെല്ലാം വളരാൻ വളരെ അല്പം, കുറച്ച് വെള്ളം മാത്രം മതി, കെട്ടി നിൽക്കുന്ന വെള്ളം. അതിപ്പം നമ്മൾ അലക്ഷ്യമായിട്ട് വീട്ടിന് ചുറ്റിനും വലിച്ചെറിഞ്ഞിരിക്കുന്ന ചെറിയ പഴയ പാത്രങ്ങളോ ചിരട്ട അല്ലെങ്കിൽ ടയറ്, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള എന്ത് സ്രോതസ്സിൻ്റെ അകത്തും എന്ത് ഇടത്തിൻ്റെ അകത്തും ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈ കൊതുകുകൾ മുട്ടയിട്ട് അത് കൂത്താടിയാവുകയും അങ്ങനെ അതിൽ നിന്നും കൊതുകുകൾ തെറ്റിപ്പെരുകി സമൂഹം മുഴുവൻ ഇത് പടർന്നു പിടിക്കാൻ, അങ്ങനെ ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയ പോലുള്ള അസുഖം നമുക്കറിയാം 2008-2009 കാലഘട്ടത്തിലായിരുന്നു കാര്യമായിട്ടുള്ള ഒരു ചിക്കൻ ഗുനിയ ഔട്ട്ബ്രേക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. അതിനുശേഷം വ്യാപകമായിട്ടുള്ള ഔട്ട്ബ്രേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മുന്നേ തന്നെ കേരളത്തിൽ ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചിക്കൻ ഗുനിയ പടർത്തുന്ന കൊതുകുകളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചിക്കൻ ഗുനിയയുടെ ഔട്ട്ബ്രേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ജലം, ഈ മലിനമായിട്ടുള്ള ജലത്തിലൂടെ തന്നെ വരുന്ന വേറൊരു അസുഖമാണ് എലിപ്പനി. അതായത് നമ്മളിപ്പം വെള്ളം പലയിടത്തും കെട്ടി നിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ എലിയുടെ മൂത്രം കലർന്നിട്ടുള്ള വെള്ളം അത് നമ്മുടെ ശരീരത്തിൽ വെറുതെ സ്പർശിക്കുകയല്ല, നമ്മുടെ ശരീരത്തിൽ ആ സ്പർശിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും മുറിവുകളോ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ
ഈ മലിനമായിട്ടുള്ള ജലത്തിലൂടെ ഈ എലിപ്പനി ഉണ്ടാക്കുന്ന അണുക്കൾ ശരീരത്തിലോട്ട് പ്രവേശിക്കുകയും അങ്ങനെ എലിപ്പനി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം കണ്ടുവരാൻ സാധ്യതയുള്ള ഒരു അസുഖം കൂടെയാണ് എലിപ്പനി. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരാതിരിക്കാന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുൻകരുതലുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊതുകുജന്യ രോഗങ്ങൾ വരുന്നത് പ്രധാന പ്രശ്നം അതിന്റെ സ്രോതസ്സുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടെന്നുള്ളതാണ്. സ്രോതസ്സുകളെ ഇല്ലാതാക്കുക, അത് നമ്മുടെ വീടിന് ചുറ്റിലും നമ്മളാണ് ചെയ്യേണ്ടത്. ഓരോരുത്തരും അവരുടെ വീടിന് ചുറ്റിലും പരമാവധി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ചുറ്റിലും അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ ചെടിച്ചട്ടിൻ്റെ അകത്തുള്ള വെള്ളം, ഈ പറഞ്ഞ റബ്ബർ ടയർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത്, ഈവൻ നമ്മൾ ഇതൊന്നും അല്ലാതെ തന്നെ ഇപ്പം ചെറിയ ചെടീൻ്റെ ഇലകൾ അല്ലെങ്കിൽ പാള പോലെയുള്ളതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത്, ഷീറ്റുകൾ, ഇതിനകത്തൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനകത്തൊക്കെ ഇത് പകരാം, ഇതിനെ പടർന്ന് പിടിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് പഴയ മോഡൽ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ പുറകുവശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ടൈപ്പ് മോഡൽ ഫ്രിഡ്ജുകളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പലപ്പോഴും കൊതുകുകൾ മുട്ടയിട്ടിട്ട് വളരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഒഴിച്ചു കളയാൻ കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധമായ ജലം മാത്രം ഉപയോഗിക്കുക. കുടിക്കാനായാലും ഭക്ഷണം പാകം ചെയ്യാനും. ശുദ്ധമായ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി തിളപ്പിച്ചിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. ഫിൽട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ പ്യൂരിഫയർ പോലത്തെ സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഉപയോഗിക്കുക. എന്നാൽ പോലും വെള്ളം തിളപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്യൂരിഫയർ ഉപയോഗിച്ചാൽ പോലും നമ്മൾ വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കാതിരിക്കുക. പല സ്ഥലങ്ങളിലും ഒരു രീതി ഉണ്ട്, നേരെ കിണറിൽ നിന്നും വെള്ളം കോരിയിട്ട് തിളപ്പിക്കാതെ നേരെ വെള്ളം കുടിക്കുന്ന ഒരു രീതി ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും ഉണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിണർ വെള്ളത്തിലോട്ടേക്ക് പലയിടത്തും മലിനമായിട്ടുള്ള ജലം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കിണർ എത്രത്തോളം വൃത്തിയുണ്ടെന്ന് നമുക്ക് കണ്ടാൽ തോന്നുമെങ്കിലും പലപ്പോഴും അതിൻ്റെ അകത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം കാണാറുണ്ട്. ടെസ്റ്റിംഗ് അയച്ചു കഴിഞ്ഞാൽ കാണാറുണ്ട്. അപ്പം വെള്ളം പ്യൂരിഫൈ ചെയ്താലും അത് തിളപ്പിച്ച് മാത്രം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ അങ്ങനെ മാത്രം ഉപയോഗിക്കുക. പിന്നെ പരമാവധി പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ നോക്കുക. കാരണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഈ ഭക്ഷണം വെള്ളമൊക്കെ എങ്ങനെയാണ് പാകം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് സുരക്ഷിതത്വം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പരമാവധി പുറത്തുനിന്നുള്ള കഴിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ജലദോഷം, ചുമ പോലുള്ള അസുഖങ്ങളുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അസുഖം വരുന്നത് നമുക്ക് പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിൽ പടർന്നു പിടിക്കാതിരിക്കാനും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസുഖമുള്ളവര് കൃത്യമായിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ പാലിക്കുക. അതായത് സമൂഹത്തിൽ തുറസായി ഇടപഴകുന്നതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള അസുഖം പടർന്നു പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്കൂള്, കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളില്ല. അപ്പൊ നമ്മുടെ അസുഖം മാറുന്ന നേരം വീട്ടിൽ തന്നെ ഇരിക്കുക. സാധാരണഗതിയിലുള്ള ചുമയും ജലദോഷമൊക്കെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്താൽ തന്നെ മാറാവുന്ന അസുഖങ്ങളേ ഉള്ളൂ. അപ്പം ഒന്ന്, നമ്മൾ പുറത്ത് ആൾക്കൂട്ടത്തിനിടയിൽ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാഹചര്യം ആകുമ്പോൾ ഒരു മാസ്ക് ഇടാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമ്മൾ കോവിഡ് കാലത്തൊക്കെ മാസ്ക് ഇട്ട് നന്നായിട്ട് ശീലിച്ചവരാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് കോവിഡിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു വില കുറഞ്ഞതുപോലെ ഉണ്ട്. പക്ഷെങ്കിൽ മാസ്ക് എന്നും ഉപകാരപ്രദമാണ്. നമുക്ക് പൊതുസമൂഹങ്ങളിലൊക്കെ ഇടങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആൾക്കൂട്ടത്തിനിടയിലൊക്കെ പോകുമ്പോൾ അസുഖമുള്ള അവർ നമ്മുടെ ചുറ്റിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ. പിന്നെ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം, അതിങ്ങനെ മലിനമായുള്ള ജലത്തിലൂടെയൊക്കെ പകരുന്നതാണ്. ഇപ്പം നമ്മൾ ഈ വെള്ളക്കെട്ടുകളിലൂടെ നടക്കാൻ പറ്റുന്ന പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ജോലി ചെയ്യുന്നവർ അതിന് പ്രത്യേകമായിട്ട് മുൻകരുതൽ എടുക്കുക. അതായത് കുറച്ച് ഉയരമുള്ള ബൂട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഷൂസ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നേരിട്ട് വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്ന പരമാവധി ഒഴിവാക്കുക. പിന്നെ ഇങ്ങനത്തെ ജലത്തിലൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നവർ, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവർ, ഇങ്ങനെ കോണ്ടാക്ട് വരാൻ സാധ്യതയുള്ളവർ ആരോഗ്യവകുപ്പ് നൽകുന്ന ഡോക്സിസൈക്ലിൻ ഗുളിക, പ്രതിരോധ ഗുളികകൾ കൃത്യമായിട്ട് കഴിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ അസുഖം വരുന്നത് നമുക്ക് പരമാവധി കുറയ്ക്കാനാണ്. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ സി ബാലകൃഷ്ണൻ, ഈ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലമൊക്കെ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണ്. ഈ അസുഖങ്ങൾ വരാതെ നോക്കണം, അസുഖങ്ങൾ വന്നാൽ അത് പടരാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തണം. ഈ രോഗങ്ങൾ, ഈ മഴക്കാല രോഗങ്ങളൊക്കെ തന്നെ വരാതിരിക്കാൻ താങ്കളുടെ തദ്ദേശ സ്ഥാപന പരിധിയിൽ എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ്, എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്? സ്ഥിരമായി നമ്മുടെ പഞ്ചായത്തിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. കൂടാതെ ഫെബ്രുവരി മാസം 25-ാം തീയതി തന്നെ ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശം നൽകിക്കൊണ്ട് ഇപ്പോൾ മഴക്കാലപൂർവ്വ രോഗങ്ങൾ തടയുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്.
ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമ്മൾ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്ഥിരം പ്രവർത്തനങ്ങൾ. അത് 31 നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് എൻ്റെ പഞ്ചായത്തിനകത്ത് പ്രവർത്തനങ്ങൾ. അത് കർഷകമായി തന്നെ 100% വേസ്റ്റ് കളക്ട് ചെയ്യാൻ അതിനാവശ്യമായിട്ട് പ്രവർത്തനം നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ 3500 സ്ക്വയർ ഫീറ്റോളം വരുന്ന 2 MCF തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ കുറച്ച് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അതിപ്പോൾ സ്ഥിരമായി നല്ല രീതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് മിക്കവാറും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കി വരുന്നു. എന്നാലിപ്പോൾ മഴക്കാലം വരുമ്പോൾ നമുക്കെല്ലാം വലിയ രീതിയിലുള്ള ഭയം ഇപ്പോൾ സ്വാഭാവികമായും വന്നു ചേരുകയാണ്. കാരണം അത്ര തന്നെ നമ്മൾ ശ്രമിച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങളിലെല്ലാം തന്നെ വലിച്ചെറിയുന്ന രീതി ചില മേഖലകളിൽ വളർന്നു വരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പല സ്ഥാപനങ്ങളിലെയും വേസ്റ്റുകൾ ഉറവിടത്തിൽ സംസ്കരിക്കാതെ പല വാഹനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ചില സംസ്ഥാന തൊഴിലാളികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചില ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ വളർന്നു കാണാൻ പറ്റില്ല. അത് പുഴയോരത്തായാലും അതുപോലെ തന്നെ നമ്മുടെ പാതയോരത്തായാലും ആ രീതിയിലുള്ള പ്രവണതകൾ കൊണ്ടുവരും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായ സ്ക്വാഡ് വർക്കുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ഭാഗമായി സ്ക്വാഡ് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആ വേസ്റ്റുകൾ തന്നെ പരിശോധന നടത്തി അതിൽ നിന്നൊക്കെ കിട്ടുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ 3 കേസുകൾ പിടിച്ച് 15,000 രൂപയോളം പിഴയിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ പല ഉറവിടങ്ങളും വീഴുകയാണ്. ഒന്ന് ഫ്രിഡ്ജ് വരിക. ഇപ്പോൾ പുതുതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മഴവെള്ള സംഭരണം, അതായത് ഇപ്പോൾ പുതിയൊരു വീടെടുക്കുമ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ സംവിധാനം കൊടുക്കണമെന്ന നിബന്ധനയുണ്ട്. അതിൻ്റെ ഭാഗമായി മഴവെള്ള പാത്തികളെല്ലാം വീടുകൾക്ക് വന്നാൽ മഴവെള്ള പാത്തികളിൽ ഇപ്പോൾ ഇലകൾ വന്നടിച്ച് അതൊക്കെ ബ്ലോക്കായി ആരും ശ്രദ്ധിക്കാതെ അവിടെ കിടക്കുകയാണ്. വലിയൊരു സ്രോതസ്സായിട്ട് കൊതുക് വളരാൻ ആവശ്യമുള്ള വലിയ സ്രോതസ്സായി അത് മാറുകയാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഐസ് ബോളും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഫോട്ടോങ്ങളുണ്ട്. ഇതെല്ലാം എത്ര ശ്രമിച്ചാലും പൂർണ്ണമായി എന്ന് കഴിയാത്ത രീതിയിൽ ഒരു പ്രദേശത്തേക്ക് നിലനിൽക്കുകയാണ്. അത് നമ്മൾ പരമാവധി ബോധവൽക്കരണത്തിലൂടെ ബന്ധപ്പെട്ട മേഖലയ്ക്ക് ഇപ്പോൾ വ്യാപാരികളെ വിളിച്ചു, അതുപോലെ ആരാധനാലയങ്ങളെ വിളിച്ചു, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ടീച്ചർമാരുടെയോ വിളിച്ചു, അതുപോലെ തന്നെ PHCയിൽ പ്രത്യേക വിളിച്ചു, ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലുള്ള പ്രത്യേക വിളിച്ചു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആ രീതിയിൽ എഫേർട്ട് നടത്തുന്നു. ഇതെല്ലാം നടത്തിയാലും നമ്മുടെ സാധാരണ ജനങ്ങൾ ഒരു ചെറിയ ശതമാനം ഇതിനോട് നിശ്ചയിക്കുക. അവർ ഇത്തരം വേസ്റ്റുകൾ ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായും സംസ്കരിക്കാതെ ചെയ്യുന്നു എന്നുള്ള വിഷയം നമ്മൾ മുന്നിൽ. ഇപ്പോൾ 1986 മുതൽ ഈ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര നിയമമുണ്ട്. ഇപ്പോൾ 2026 പുതുതായിട്ട് കരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ ഇപ്പോൾ നടത്തി. സുപ്രീം കോടതി തന്നെ അവസാനം പറയുകയാണ്, ഇതിനെല്ലാം ജനപ്രതിനിധികൾ ഉൾപ്പെടെ കുറ്റവാദിയായി മാറും എന്നുള്ള രീതിയിൽ പരാമർശം നടത്തുക. ഇതിൻ്റെ വിധി ഈ മാസം 25-ാം തീയതി വരാനിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഏതൊക്കെ കോടതി വിധികൾ ഉണ്ടായാലും ഭരണതലത്തിൽ നടപ്പിലാക്കുന്നതിന് ഒട്ടേറെ പരിമിതികളും പ്രയാസങ്ങളും വരുന്നുണ്ട് എന്നുള്ളത് നാം കാണണം. അതിനെ മറികടക്കാൻ ജനകീയ ബോധവൽക്കരണത്തിലൂടെ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള കർമ്മസേന ഞങ്ങൾ ഓരോ വാർഡിലും സാനിറ്റേഷൻ കമ്മിറ്റികൾ ചെയ്യുന്നുണ്ട്. അതെല്ലാ പഞ്ചായത്തുകളിലും മിക്കവാറും നടത്തുന്നു. ആ സാനിറ്റേഷൻ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് ഇത് വിലയിരുത്താനും അതത് മേഖലകളിൽ ഇടപെടാനുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. ഒരു പരിധിയോളം വിജയിക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. ഇപ്പോൾ സ്കൂളിനകത്ത് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞതുപോലെ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററുണ്ട്, നമ്മുടെ സബ് സെൻ്ററുകൾക്ക് അവരെല്ലാം വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആശാപ്രവർത്തകരുണ്ട്, എല്ലാവരും ഇടപെടുന്നുണ്ട്, ബോധവൽക്കരണം നടത്തുന്നുണ്ട്. എൻ്റെ പഞ്ചായത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മളെ പെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഉറവിടം കൂടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പല
അപ്പോഴാണെങ്കിൽ ഈ ഡെങ്കിപ്പനിയും ബന്ധപ്പെട്ട കേസുകൾ പുറത്തുനിന്ന് വന്നിട്ട് ഏതായാലും ആദ്യം വരുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തമായിരിക്കും. തീർച്ചയായും അതിൻ്റെ തുടർച്ചയായി പലവിധ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മുന്നോട്ടുകൊണ്ട് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററിനെ സജ്ജമാക്കിക്കൊണ്ട് പറ്റാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ പറഞ്ഞിട്ട് സ്കൂളുകളിൽ കിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് പ്രാഥമികമായി കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു. ഇനിയും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ അതോടൊപ്പം ഇതിനോട് പരസ്പര പൂർവ്വമായി ചെയ്യുന്ന പ്രവർത്തനമാണ് പരിസ്ഥിതി സംരക്ഷണം എന്നത്. അതിനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളും ഇപ്പോൾ ലോക പരിസ്ഥിതി ദിനം നാളെ നമ്മൾ തീർച്ചയായും ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വിവിധ സംഘടനകളുടെ നേതൃത്വവും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള കൃഷികളുടെ ശരി, ഇതെല്ലാം പറഞ്ഞാലും ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ അംഗീകരിച്ചുകൊണ്ട് ഇതിനെ പിടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ്. ജനകീയ കൂട്ടായ്മ വളർത്തിയെടുക്കാനാണ് പല പഞ്ചായത്തുകൾ ശ്രമിച്ചു വരുന്നത്. ശരി ശരി താങ്കളിലേക്ക് വരാം. ശ്രീ AP രഞ്ജിത് കുമാർ, ഈ മഴക്കാലം എന്നൊക്കെ പറയുന്നത് ഈ ആരോഗ്യ വിഭാഗത്തിന് താങ്കളെപ്പോലുള്ള പ്രവർത്തിക്കുന്നവരുടെ ഉറക്കം കെടുത്തുന്ന നാളുകളാണ്, ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ്. കൃത്യമായ പരിശോധനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് രോഗമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുദ്ധമായ കുടിവെള്ളം അത് ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ പരമാവധി ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ആക്കുക. പക്ഷേ നമ്മുടെ ജോലിയുടെ സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം, നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുകളിലൊക്കെ തന്നെ ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ പരിശോധനയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ, നടന്നിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞതുപോലെ തളിപ്പറമ്പ് നഗരസഭയിൽ നേരത്തെ പിന്നെ മഞ്ഞപ്പിത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തവണ നേരത്തെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഈ പരിശോധന നടത്തുകയും വെള്ളം കുടിവെള്ളം ശുദ്ധമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ടുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. പിന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് തളിപ്പറമ്പ് നഗരസഭ. അജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ വീടുകളിൽ നിന്ന് കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് അത് ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അതുപോലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വീടുകളിലെല്ലാം തന്നെ ഏകദേശം 2000-ഓളം പിന്നെ റിംഗ് കമ്പോസ്റ്റുകൾ കഴിഞ്ഞ പദ്ധതി കാലത്ത് വിതരണം നടത്തിയിട്ടുണ്ട്. പുതിയ ഒരു വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റ് അടുത്ത് തന്നെ ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ 35 വാർഡുകളിലും ഈ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ രൂപീകരിച്ച് ശുചിത്വ കമ്മിറ്റികൾ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഓരോ വാർഡിലേക്കും 40,000 രൂപയുടെ ആനുകൂല്യം ഓരോ വാർഡ് ശുചിത്വ കമ്മിറ്റിക്കും അനുവദിച്ചിട്ടുണ്ട്. അവരുടെ കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ അത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡുകളിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഹോട്ടലുകളിൽ നിരന്തര പരിശോധന നടത്തി നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ശരി, ഡോക്ടർ വിജേഷ് നമ്പ്യാർ, നമ്മൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ വലിയ ബോധവൽക്കരണമൊക്കെ നടത്തും. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ബോധവൽക്കരണത്തിന് പുറമെ ഈ ആവശ്യമായ മുൻകരുതൽ നടപടികൾ ഒക്കെ, പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിക്കും. പക്ഷേ കൃത്യമായിട്ട് ഈ ബോധവൽക്കരണം ഒന്നും എത്താത്ത ചിലരുണ്ടാകും. അതൊക്കെ നമുക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചിലരുണ്ടാകും. അവർക്കാണ് ഈ മഴക്കാലത്തൊക്കെ രോഗം പിടിപെടുക. അവരിൽ നിന്നാണ് ഈ രോഗം പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. പ്രധാനമായും ഈ രോഗങ്ങൾ പടരാനുള്ള കാരണം ശരിക്കും ജാഗ്രത കുറവ് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ പലതും നമ്മൾ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാവുന്നതാണ്. അതിന് ആദ്യമായിട്ട് അതിന്റെ നടപടി എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വന്തമാണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊതുകുജന്യ രോഗങ്ങൾ നമ്മുടെ വീട്ടിന് ചുറ്റിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉറവിടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ഫീൽഡ് തലത്തിൽ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രയാസം അല്ലെ, പലപ്പോഴും ചിലർക്കെങ്കിലും ഉള്ള ഒരു മനോഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കാണുന്ന ഈ ഉറവിടങ്ങളൊക്കെ നശിപ്പിക്കേണ്ടതും ഇപ്പം തുറന്നു കിടക്കുന്ന
ചിരട്ടയിൽ കിടക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കളയേണ്ടത് ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ ചുമതലയാണെന്ന് ചിന്തിക്കുന്നവർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ വീട്ടിന് ചുറ്റിലും ഉള്ള ഉറവിടങ്ങളെ നശിപ്പിച്ചു കളയുക, അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഈ ജീവനക്കാർക്ക് എല്ലാ വീടുകളിലും എത്തിയിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരാനും നിങ്ങളെ സഹായിക്കാനും മാർഗനിർദ്ദേശം നൽകാനും പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്, പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെങ്കിൽ എല്ലാ വീട്ടിലും അവർ സ്വന്തമായിട്ട് പോയിട്ട് ഇതൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമല്ല, പ്രായോഗികമല്ല. അപ്പൊ അത് നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മുടെ വീടുകളിലുള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടെത്തിയിട്ട് നമുക്ക് പരമാവധി ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ജലജന്യ രോഗങ്ങൾ ഞാൻ പറഞ്ഞു, വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് ഇത് നമുക്ക് ഇതുവരെ അറിയാത്ത കാര്യമൊന്നുമല്ല. നമ്മൾ ചെറുപ്പകാലം മുതൽ, കുട്ടിക്കാലം മുതൽ, സ്കൂളുകളിൽ മുതലൊക്കെ പഠിപ്പിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ്. ജലം ഉപയോഗിക്കുന്നതിന് മുന്നേ അത് അണുവിമുക്തമാക്കാൻ വേണ്ടി തിളപ്പിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ഫീൽഡിൽ പോകുന്ന സമയത്ത് പലയിടത്തും ഇപ്പോഴും പച്ചവെള്ളം അതുപോലെ എടുത്ത് കുടിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. കിണർ വെള്ളം നേരെ എടുത്ത് അതുപോലെ കുടിക്കുന്ന വീടുകൾ നിരവധിയുണ്ട്. അതൊരു സമ്പ്രദായമോ അതൊരു രീതിയോ ആണ്. അത് വർഷങ്ങളായിട്ട് തുടർന്ന് വരികയും അതിപ്പോഴും ഒരു മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നത് കാണുന്നുണ്ട്. നമുക്കറിയാം നാട്ടിൽ ഇത്രയധികം മഞ്ഞപ്പിത്തം പോലത്തെ അസുഖങ്ങൾ വരുന്നു, ജലജന്യമായിട്ടുള്ള മറ്റ് വയറിളക്ക രോഗങ്ങളൊക്കെ കാണുന്നു. ഇത്രയും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും പിന്നെ ഇന്നിപ്പോ നമുക്ക് ജനസംഖ്യ വളരെയധികം കൂടിയിരിക്കുന്നു, ആൾക്കാർ കൂടുതൽ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്നു, വീടുകൾ വളരെ അടുത്തടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മാലിന്യം പോകുന്ന സെപ്റ്റിക് ടാങ്കുകൾ ഇതൊക്കെ അടുത്തടുത്ത് നമ്മുടെ കുടിവെള്ളത്തിന്റെ സ്രോതസ്സിന്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ചിലപ്പോൾ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതികൾ കൊണ്ടൊക്കെ തന്നെ ഇതിൽ നിന്നൊക്കെ മലിനമായിട്ടുള്ള ജലം നമ്മുടെ കുടിവെള്ള സ്രോതസ്സിലോട്ടൊക്കെ വരാനും അതുവഴി അസുഖം വരാനും നമുക്ക് പടർന്നു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ഒരു വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുൻകരുതൽ എടുക്കാതിരിക്കേണ്ട കാര്യമുള്ളത്? അപ്പൊ നമുക്ക് ഫിൽട്ടർ പോലത്തെ സാഹചര്യങ്ങൾ പലർക്കും വീട്ടുകളിലും ഉണ്ട്. ഫിൽട്ടർ പോലത്തെ പ്യൂരിഫയർ പോലത്തെ ഉപയോഗിക്കുക, പക്ഷെ എന്നാലും വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കുക. ഒരു പരിധി വരെ നമുക്ക് അണുമുക്തമാക്കാൻ സാധിക്കും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കഴിക്കുന്നു, കുടിക്കുന്നതും പരമാവധി ഒഴിവാക്കുക. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലി സാഹചര്യം കൊണ്ട് പുറത്തു പോയി ജോലി ചെയ്യേണ്ടവർക്ക് ചിലപ്പോൾ വേറെ ഒരു വഴി ഉണ്ടാകില്ലായിരിക്കാം. പക്ഷെങ്കിൽ പരമാവധി നമ്മുടെ കയ്യിൽ കുടിക്കാനുള്ള വെള്ളമെങ്കിലും തിളപ്പിച്ച വെള്ളം നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ എടുത്തിട്ട് പോകാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക. ഭക്ഷണം അത്യാവശ്യമാണെങ്കിൽ നമുക്ക് കയ്യിൽ പൊതിഞ്ഞെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊണ്ടുപോകുക. തീരെ നിവൃത്തിയില്ലാത്തവർ മാത്രം പുറത്തുനിന്ന് കഴിക്കുക. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരവിഭാഗം ജീവനക്കാർ എല്ലാവിധ ഹോട്ടലുകൾ അങ്ങനത്തെ ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളെ സന്ദർശിച്ചിട്ട് പരമാവധി അവിടെയെല്ലാം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്നാൽ പോലും നമുക്കറിയാം ജീവനക്കാരുടെ അഭാവം ഉണ്ടാകാം, എല്ലാവരും എത്തിപ്പെടാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം. എല്ലാവരുടെയും നമുക്ക് എത്തിപ്പെട്ട് കൃത്യമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. നമ്മളും കൂടെ പരമാവധി ശ്രദ്ധിക്കാം. പിന്നെ ബോധവൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞു. ബോധവൽക്കരണം പത്രമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ തന്നെ നിരവധി സർക്കാരും സർക്കാരേതര വഴികളിലൂടെയും നടക്കുന്നുണ്ട്. ആരോഗ്യ വിഭാഗം ജീവനക്കാർ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിടെയുള്ള ഹെൽത്ത് സെന്ററുകൾ വഴി കൃത്യമായിട്ടുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരും ആശാപ്രവർത്തകരും പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ടാകും. ഗ്രാമസഭകളിൽ, കുടുംബശ്രീ മീറ്റിങ്ങുകളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ മഴക്കാലം വരുന്നതിന് മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇതെല്ലാം തന്നെ ജനങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അവബോധം നാട്ടിൽ നടക്കുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ കുറച്ച് പേര് എപ്പോഴും ഇതെല്ലാ കാര്യങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ശക്തമായിട്ടുള്ള ഒരു കേരള പൊതുജനാരോഗ്യ ആക്ട് എന്ന ഒരു നിയമം കൂടെ ഇന്ന് നിലവിലുണ്ട്. ഈ പൊതുജനാരോഗ്യ നിയമം പ്രകാരം സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ മാർഗരേഖകൾ പ്രകാരം പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അതിനെ ഈ മാർഗരേഖകൾക്ക് എതിരായിട്ട് പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവണതകൾ കാണിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കാനും പിഴ ചുമത്താനും ഉള്ള വകുപ്പുകൾ ഇന്ന് കേരള പൊതുജനാരോഗ്യ നിയമം പ്രകാരം നിലവിലുണ്ട്. അപ്പൊ അതും കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉറവിടങ്ങൾ നശിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മാലിന്യം അശാസ്ത്രീയമായി ഒഴുക്കിക്കളയുകയോ ഒക്കെ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ന് നിലവിൽ നിയമങ്ങളുണ്ട്. ശരി.
ശ്രീ സി ബാലകൃഷ്ണൻ, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയൊരു വിഭാഗത്തിൻ്റെ ജാഗ്രത കുറവ്, ഒരു സ്ഥലത്ത് രോഗമുണ്ടാകുന്നു, അത് പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു, അതൊരു വാർഡിൽ വ്യാപിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു, അത് പഞ്ചായത്തിൽ വ്യാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത് നമ്മൾ ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചില വിഭാഗങ്ങൾ, ചിലരെങ്കിലും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് താമസിക്കുന്നതും അവരുടെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ അവർ താമസിക്കുന്ന വീടുകൾക്ക് ചുറ്റുമോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾക്ക് ചുറ്റുമോ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. എങ്ങനെയാണ് കൃത്യമായ പരിശോധന ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ തന്നെ പഞ്ചായത്തിലൊക്കെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തി കാണും? എങ്ങനെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടായി താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ വരുന്ന പ്രയാസം എന്ന് പറയുന്നത് ഈ തൊഴിലാളികൾ പരമാവധി പ്ലാസ്റ്റിക്കുകൾ ഭക്ഷണം കഴിച്ച് അതിൻ്റെ വേസ്റ്റ് കെട്ടി പുറത്തേക്ക് ചാടുകയാണ്. ഇത് വ്യാപകമായ തോതിലാണ് ഞങ്ങൾ കാണപ്പെടുന്നത്. കേന്ദ്രീകൃതമായ രീതിയിൽ ചില ആളുകൾ താമസിക്കുന്ന മേഖലകളിൽ പോവുകയും അവിടെയെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതും ഞാൻ സൂചിപ്പിക്കുവാനുള്ള വിഷയം, ഒരു ന്യൂനപക്ഷം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിസ്സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോ ബോധം ഇല്ലാതുകൊണ്ട് ചെയ്യുന്നത് എന്നതിനപ്പുറം നല്ല ബോധമുള്ള ചില സ്ഥാപനങ്ങൾ അവരുടെ വേസ്റ്റുകൾ രാത്രിയാവുമ്പോൾ ഇത് കൊടുത്ത് മറ്റേതെങ്കിലും ആളുകളുടെ കയ്യിൽ കൊടുത്ത് മറ്റുള്ളിടത്ത് നിക്ഷേപിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വിഷയത്തിന് പുറമെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചില ഓട്ടോ ഡ്രൈവർമാരും ഗൂഡ്സ് ഡ്രൈവർമാരൊക്കെ പട്ടണങ്ങളിൽ പണിയെടുത്ത് രാത്രി വരുമ്പോൾ ഇത് ചെറിയ കാശ് വാങ്ങി ഈ സാധനം വിന്യസിക്കാനുള്ള സ്ഥലമായി നമ്മുടെ പഞ്ചായത്തിന്റെ ചില കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി. ഇത്തരം കേസുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ 3 കേസുകൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തി. അവർ തള്ളിയിട്ടുള്ള മാലിന്യം പരിശോധിച്ച് അതിനിടയിൽ നിന്ന് കിട്ടിയ ചില രേഖകൾ വെച്ചുകൊണ്ട് അവരെ കണ്ടെത്തിയപ്പോൾ വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകളെ ഇത്തരം ജോലിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വിഷയം. അതിനെല്ലാം അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഈ നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള നമ്മുടെ ഹോട്ടൽ മുതലാളിമാരും അതുപോലെ തന്നെ വീട്ടുടമകളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് എന്നാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളതെല്ലാം നടപടികളെടുത്ത് ഫൈൻ ഈടാക്കിയിട്ടാണ് പ്രശ്നം അവസാനിപ്പിച്ചിട്ടുള്ളത്, അത്തരം വേസ്റ്റുകളെല്ലാം കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അത് വളരെ ചെറിയ ശതമാനം മാത്രമാണ്. ഇപ്പോഴും പല കാടുകളും വിജന പ്രദേശങ്ങളും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത ഏത് രീതിയിൽ അവസാനിപ്പിക്കുമെന്നുള്ളത് ബോധവൽക്കരണത്തിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ആവുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പരമാവധി CCTV വെക്കാനും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്താനും ബോർഡുകൾ സ്ഥാപിക്കാനും ഒക്കെയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഈ പിഴ ഈടാക്കിയത് കൊണ്ടൊക്കെ കാര്യമുണ്ടോ? പിന്നീട് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? ഒരു പൂർണ്ണമായും വിശ്വാസമില്ല. പക്ഷെ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഇത് കണ്ടെടുത്തി ഞങ്ങൾ പിഴ ഈടാക്കി അതെല്ലാം ഇവിടുന്ന് വാരി വീണ്ടും അവര് ചാക്കിൽ നിറച്ച് വേറെ വണ്ടികളിൽ കൊണ്ടുപോകാൻ ഏർപ്പാടാക്കി വിടുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലോ നിക്ഷേപിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അതിനുള്ള ഒരു നിയമ സംവിധാനമൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ത്രിതല സംവിധാനത്തെ സംബന്ധിച്ചില്ല. അതെല്ലാം ചെയ്യേണ്ടത് മറ്റധികാരികളാണ്. ഏതായാലും അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ വാർഡുകളിലും നമ്മുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ വേസ്റ്റിലെ ചില തെളിവുകൾ ശേഖരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തി ഒരു ചെറിയ ശതമാനം ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശരി. ശ്രീ രഞ്ജിത് കുമാർ, ഈ ഹോട്ടൽ ഉടമകളോടൊക്കെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശത്രുക്കളെ പോലെ കാണുന്ന ഒരു വിഭാഗമാണ് ആരോഗ്യ വിഭാഗം. പല ഘട്ടങ്ങളിൽ നിങ്ങളുടെ പരിശോധനയൊക്കെ തന്നെ അവരെ ബോധപൂർവം ബുദ്ധിമുട്ടിക്കാനാണെന്നൊക്കെ ആരോപണവുമായിട്ടൊക്കെ തന്നെ അവർ പല സമയങ്ങളിലും രംഗത്ത് വരാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായി ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഈ പരിശോധനയ്ക്കൊക്കെ തന്നെ ചെല്ലുമ്പോൾ ഈ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണം ഉണ്ടാകുന്നുണ്ടോ? മാത്രവുമല്ല, ഇപ്പോൾ ഈ നമ്മുടെ പല പ്രദേശങ്ങളിൽ ഈ തട്ടുകടകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഴക്കാല സമയത്തൊക്കെ തന്നെ ഈ തട്ടുകടകളിലൊക്കെ തന്നെ പരിശോധന നടത്താനൊക്കെ സാധിക്കാറുണ്ടോ? ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഹോട്ടലുകളൊക്കെ പരിശോധന നടത്തുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. മിക്കവാറും ഇപ്പോൾ ഹോട്ടലുകളൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. എല്ലാം ഫാസ്റ്റ് ഫുഡ് കടകളായിട്ട് മാറിയിട്ടുണ്ട്.
അപ്പോൾ രാവിലത്തെക്കാളും നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പരിശോധനകളൊക്കെ ഇപ്പോൾ നടത്തുന്നത്. തട്ടുകടകളെല്ലാം തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ കാര്യമായാലും മറ്റ് ഭക്ഷണ ഇതിൻ്റെ ആയാലും കൃത്യമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാവാറില്ല. ശരി, ഡോക്ടർ വിജേഷ് നമ്പ്യാർ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ജാഗ്രതയൊക്കെ തന്നെ ജനങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയൊക്കെ തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പ്രത്യേകിച്ച് ഈ രോഗങ്ങളൊക്കെ തന്നെ വരാതിരിക്കാനും അത് പടരാതിരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷേ കൃത്യമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് സർക്കാർ സംവിധാനങ്ങളും ഈ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ കൃത്യമായിട്ടുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന മഴക്കാലത്തിന് മുൻപ് തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ സർക്കാർ തലത്തിൽ മാർച്ച് മാസം മുതൽ തന്നെ ഇതിന്റെ ആസൂത്രണം നടക്കുകയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ വഴി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുള്ളതുമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ മാർച്ച് മാസം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വാർഡ് തല അടിസ്ഥാനങ്ങളിൽ വാർഡ് ശുചിത്വ മീറ്റിങ്ങുകൾ, സാനിറ്റേഷൻ മീറ്റിങ്ങുകൾ കൂടുകയും അവിടെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തേണ്ടതെന്നുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ എല്ലാ തരത്തിൽ ഉള്ള ജനങ്ങൾ ഒത്തുകൂടുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ഗ്രാമസഭകളിലാണെങ്കിലും മറ്റേതൊരു രീതിയിലാണെങ്കിലും ജനങ്ങൾ ഒത്തുകൂടുന്ന സമൂഹത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള അവബോധം നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കൃത്യമായി നടന്നു വരുന്നുണ്ട്. ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നായിട്ടാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നായിട്ടാണെങ്കിലും നടക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇത് കൂടാതെ പത്രമാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഉള്ള പ്രചരണവും ഇതിനുള്ള പ്രാധാന്യത്തിനെ പറ്റിയിട്ടുള്ള അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും കൃത്യമായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അവബോധം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള മുൻകരുതലെ പറ്റി പറയാനോ ഉള്ള യാതൊരു തരത്തിലുള്ള ഒരു പഴുതുകളും വെക്കാതെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ വേണ്ടത് ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി സ്വയം ഒന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൽ, നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. അപ്പൊ നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് ഈ അസുഖം വന്നതുകൊണ്ട് ഞാൻ നോക്കിയാൽ പോരെ, നിങ്ങൾക്ക് എന്താ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പലർക്കും ഉള്ള ഒരു പ്രശ്നം പലപ്പോഴും കണ്ടിട്ടുള്ളത്. എനിക്ക് അല്ലെ എന്റെ കുട്ടിക്ക് ഈ അസുഖം വന്നതുകൊണ്ട് അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം എന്നുള്ള ചോദിക്കുന്ന പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഫീൽഡിൽ നിന്നുള്ളത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് നമ്മൾ സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടുന്നത് ഈ സമൂഹത്തിലായതുകൊണ്ട് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും ഈ അസുഖം പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അസുഖം വരാതിരിക്കുക എന്നും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് നിന്നും അസുഖം വേറെ ആൾക്കാർക്ക് പോകാതിരിക്കാൻ, പടർന്ന് പിടിക്കാതിരിക്കാനും കൂടെ നമ്മൾ മുൻകരുതൽ എടുക്കണം. എന്നാൽ മാത്രമേ ഈ അസുഖങ്ങൾക്ക് ഒരു വിരാമം, പൂർണ്ണമായിട്ടുള്ള ഒരു വിരാമം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തളിപ്പറമ്പ് മേഖലയിൽ മഞ്ഞപ്പിത്ത രോഗത്തിന്റെ ഔട്ട്ബ്രേക്ക് തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ പോലും അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നമാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം, ജനങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുള്ളത് ആൾക്കാരെ ഇത് മൂടി വെക്കാനും ഒളിപ്പിച്ചു വെക്കാനും ഇത് പുറത്ത് പറയാതിരിക്കാനും അല്ലെ ആരോഗ്യ വിഭാഗത്തിനെ അറിയിക്കാതിരിക്കാനുള്ള ശ്രമം പലയിടത്തും നടക്കുന്നവർ കണ്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റേണ്ട കാര്യമാണ്. കാരണം ഇതിപ്പോ ഒരു അസുഖം ഉണ്ട് എന്ന് അറിയിച്ചത് കൊണ്ട് അവരെ ഒറ്റപ്പെടുത്താനോ അല്ലെ അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാനോ വേണ്ടിയല്ല. അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാനും ആ അസുഖം അവിടെ തന്നെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരോടൊക്കെ പകരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ആരോഗ്യ സംവിധാനം, ഈ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് ആരെയും ടാർഗറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തുമ്പോൾ ചോദിച്ചിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് നിന്നുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ നിസ്സഹകരണം ഉണ്ടോ എന്നുള്ളത്. അവർ ഹോട്ടല് ഉടമകളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ ഈ പരിശോധനകൾ ആരോഗ്യ വിഭാഗങ്ങളൊക്കെ നടത്തുന്ന പരിശോധനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പിഴ ഈടാക്കുക എന്നുള്ളതല്ല ഈ സംവിധാനങ്ങളുടെ ലക്ഷ്യം. അസുഖങ്ങൾ വരാതിരിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെ അസുഖം വരാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. പിഴ എന്നത് നിരന്തരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അത് പാലിക്കാതെ വരികയും അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കെതിരെ മാത്രം എടുക്കാനുള്ള ഒരു ചെറുക്കാനുള്ള ഒരു നടപടി മാത്രമാണ്.
പ്രധാനമായിട്ടും വേണ്ടുന്ന എല്ലാവരുടെയും സഹകരണം തന്നെയാണ്. കാരണം എല്ലാവരും പിഴ ഈടാക്കിയിട്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നതല്ല. അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അത് പലപ്പോഴും പ്രായോഗികമായിരിക്കില്ല. പക്ഷെങ്കിൽ നമ്മളെല്ലാവരും ഇതിലൊരു ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാരേതര സ്ഥാപനങ്ങളും എല്ലാം നൽകുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരു ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ അസുഖങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയും. ശരി, ശ്രീ സി ബാലകൃഷ്ണൻ, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ സുഗമമായ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യമായ ഫണ്ടാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം, ഈ മഴക്കാലത്തെ മുൻകരുതൽ നടപടികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ തന്നെ ആവശ്യമായ ഫണ്ടൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഫണ്ട് ലഭ്യത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം തന്നെ ഉത്തരവിലൂടെ ഗവൺമെന്റ് മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ നമ്മളിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കമ്മിറ്റികൾ ചേർന്ന് യോഗങ്ങളെല്ലാം വിവിധ മേഖലകളിൽ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു വാർഡിനകത്ത് 10,000 രൂപ വെച്ചുകൊണ്ട് 21 വാർഡുകളാണുള്ളത്. 2,10,000 രൂപ ഈ രീതിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി അതായത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വം ശുചീകരണ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഈ പറയുന്ന രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ഫണ്ടൊന്നും ആവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും അതിനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് അതിന് മുൻകൈയെടുത്ത് മുൻപ് തന്നെ മാർച്ച് മാസം തന്നെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഈ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഇടക്കാലത്ത് നല്ലൊരു ശതമാനം നിന്നുപോയിട്ടുള്ള പേപ്പർ പ്ലേറ്റുകളും ഗ്ലാസുകളും ഒക്കെ ആഘോഷവേളകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ മിക്കവാറും അത് തിരിച്ചു വന്നിട്ടുണ്ട്. അതിനൊരു നമ്മുടെ ബാർകോഡ് പ്രിന്റ് ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാവരും പറയുന്നത് ഇത് ലൈസൻസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഇത് പരിശോധിക്കാൻ ഉറവിടത്തിൽ പരിശോധിക്കുക, അതായത് ഇതിന്റെ ഗോഡൌണുകളിൽ പരിശോധിക്കാനുള്ള സംവിധാനം ഫലപ്രദമായി ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മൾ കടയിൽ ഒരു ഷോക്കേസിൽ വെക്കുന്ന സാധനമല്ല വിതരണം ചെയ്യുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള വിപത്ത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതായത് കല്യാണങ്ങളിലെല്ലാം ഇപ്പം വലിയ രീതിയിൽ 1,000-ഉം 5,000-ഉം ഒക്കെ തന്നെ ഈ പറയുന്ന പ്ലേറ്റും ഗ്ലാസുകളും വന്ന് നിറയുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു അപകടകരമായ സാഹചര്യം പുതുതായി വീണ്ടും വരികയാണ്. അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും നമ്മൾ അറിയാതെ പലപ്പോഴും നടത്തുന്നുണ്ട്. അതിന് പഞ്ചായത്ത് തലത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, അവസാനമായി ശ്രീ AP രഞ്ജിത് കുമാർ, നിങ്ങൾ ഈ ഹോട്ടലുകളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധനയൊക്കെ നടത്തും. ചില ഹോട്ടലുകളിൽ നിന്നൊക്കെ തന്നെ ഈ പഴകിയ ഭക്ഷണമൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളത് റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. അതിനുശേഷം നിങ്ങൾ പിഴ ഈടാക്കും. ഈ പല ഹോട്ടലുകളിലും, വലിയ ഹോട്ടലുകളിലൊക്കെ തന്നെ പ്രതിദിനം ലക്ഷങ്ങളൊക്കെ തന്നെ വരുമാനമുള്ള ഹോട്ടലുകളായിരിക്കും. അവിടെ നിന്ന് 10,000-ഓ 20,000-ഓ പിഴ ഈടാക്കിയാലൊന്നും അവർക്കതൊരു വലിയ പ്രശ്നമാകാനും സാധ്യതയില്ല. ഈ പരിശോധനയും പിഴ ഈടാക്കലും കൊണ്ട് പിന്നീട് എന്തെങ്കിലും ഗുണമുണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഹോട്ടലുകളിൽ നിന്ന് വീണ്ടും വീണ്ടും ഈ പഴകിയ ഭക്ഷണമൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടോ? തുടർച്ചയായ പരിശോധന മാത്രമാണ് ഇതിനൊരു പരിഹാരം. അല്ലാതെ ഒരു തവണ പിടിച്ച് ഫൈൻ ഇട്ടതുകൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം അവസാനിക്കുന്നില്ല. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള പരിശോധന മാത്രമാണ് അതിൻ്റെ ഒരു ഇത് വീണ്ടും വരാതിരിക്കാനുള്ള, അല്ലെങ്കിൽ അവർ വീണ്ടും പഴകിയ ഭക്ഷണം ഇരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വീണ്ടും നമ്മൾ പരിശോധന നടത്തുക എന്ന് മാത്രമേ എനിക്ക് മാർഗമുള്ളൂ. അത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ. ചില ഹോട്ടലുകളിൽ ഉണ്ടാവാറുണ്ട്. അവർക്കെതിരെയുള്ള തുടർ നടപടി എന്തായിരിക്കും? ഈ പിഴ ഈടാക്കൽ മാത്രമാണോ? പിഴ ഈടാക്കൽ മാത്രമല്ല, അവരുടെ ലൈസൻസ് തൽക്കാലം റദ്ദ് ചെയ്യുന്ന നടപടിയും കൂടെ ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഈ അത്തരം നടപടികളിലൊക്കെ തന്നെ ഈ പോകുമ്പോൾ ഈ ഹോട്ടൽ വ്യാപാര സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകാറുണ്ടോ? വ്യാപാരികളുടെ ഭാഗത്ത് അത്തരം ഒരു ഇത് ഉണ്ടാവാറുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ മറ്റ് തട്ടുകടകൾ പോലുള്ള അവർക്കെതിരെ കാര്യമായ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്തിന് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ അവർ പറയാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഈ വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ പരിശോധനയൊക്കെ നിർത്തിവെക്കാനോ അങ്ങനെയെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ? ഇല്ല, അത്തരം കൃത്യമായ പിന്തുണയൊക്കെ ഭരണസമിതി നൽകാറുണ്ട്. കൃത്യമായ പിന്തുണ ലഭിക്കുന്നില്ല. അക്കാര്യത്തിൽ കൃത്യമായ പരിശോധനയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. ശരി, മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം ഈ ആഴ്ച പരിശോധിച്ചത്. മഴക്കാലത്ത്
ആവശ്യമായ മുൻകരുതൽ നടപടികൾ, പ്രതിരോധ നടപടികളൊക്കെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ആരോഗ്യ വിഭാഗവും വലിയ തോതിൽ പരിശോധന നടത്തിയിട്ടുണ്ട്, പരിശോധന നടത്തി വരുന്നുണ്ട്. മാത്രവുമല്ല, മഴക്കാലത്ത് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ, രോഗങ്ങൾ പടരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെ കുറിച്ച് ഡോക്ടർ വിജേഷ് നമ്പ്യാരും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ സ്വയം ജാഗ്രത പാലിക്കുകയാണെങ്കിൽ അത് രോഗം നമുക്ക് വരാതിരിക്കാനും അത് സമൂഹത്തിലേക്ക് പടരാതിരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വയം ജാഗ്രത പാലിക്കുകയാണ് ഈ മഴക്കാലത്ത് വേണ്ടത്. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ വിജേഷ് നമ്പ്യാർ, സി ബാലകൃഷ്ണൻ, എ പി രഞ്ജിത് കുമാർ 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണാം. നമസ്കാരം.